അപ്പോൾ ടോമിനോട് ആദ്യം താങ്ക് യു സോ മച്ച്. നമ്മുടെ പിന്നെ ഒരു ചെറിയ ഇൻവിറ്റേഷൻ ആക്സെപ്റ്റ് ചെയ്ത് ടൊമാറ്റോ പോലത്തെ ഒരു വലിയൊരു ഫിഗർ നമ്മുടെ ഇതിൽ വന്ന് ഒരു സന്തോഷം പങ്കിട്ടതിൽ ഒരുപാട് സന്തോഷം. നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് 1 year ആയി. അപ്പോൾ ഒരു മേജർ ഒരു സ്റ്റെപ്പ് വെക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്പോർട്സ് ഇഞ്ചുറീസിൽ തന്നെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തുകൊണ്ട് നോൺ സർജിക്കൽ മാനേജ്മെൻറ്റ്, അതായത് എനിക്ക് തോന്നുന്നു സ്പോർട്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ ഏറ്റവും പേടിക്കുന്നൊരു സൺ ഇഞ്ചുറിയാണ്. അപ്പോൾ ഏറ്റവും ഏർലിയസ്റ്റ് ബാക്ക് ടു റിക്കവറി, ബാക്ക് ടു ട്രാക്കാണ് അവരുടെ ഒരു ഇത്. അപ്പോൾ അതിലൊരു ഒരു ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് അഡ്വാൻസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഓർത്തോബയോളജിക്സ് ആണ്. അപ്പോൾ ഏർലി ഇഞ്ചുറി പിക്ക് ചെയ്യുക, ഫാസ്റ്റ് റിക്കവറിക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇനോഗ്രേഷന് നമുക്കതിനെ എന്താ പറയുക, ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരാൾ, നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തി, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അഭിമാനം, നമ്മുടെ ഒരു അർജുന അവാർഡ് വിന്നർ, ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, സ്വന്തം ചേട്ടനെ പോലത്തെ ഒരു കരുതൽ സ്നേഹമുള്ള ഒരാൾ വന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ടോമാറ്റോ നമ്മൾ പിന്നെ പരിചയപ്പെട്ട ഏകദേശം ഒരു 10 years അല്ലേ ആയി. അപ്പോൾ ഒരു ഇഞ്ചുറി, ചേട്ടനൊരു ഇഞ്ചുറി ആയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് വരുന്നത്. ജസ്റ്റ് ചേട്ടനൊരു ഇഞ്ചുറിയും ചേട്ടൻ്റെ ഒരു റിക്കവറിയും അതിൻ്റെ ഒരു കാര്യം എന്താ ചേട്ടനൊരു ഇത് പറയാനുള്ളത്? ഞാൻ ഡോക്ടറിന് ഏകദേശം 2017 എനിക്ക് കാലിനൊരു ഇഞ്ചുറി വന്നായിരുന്നു, പെറ്റാറ്റനും പൊട്ടിയിരുന്നത്. അത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ ടീമിന് കളിച്ച് നാഷണൽസ് കേരള ടീമിന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ 10 വെച്ചാൽ എൻ്റെ കാലിൻ്റെ പെറ്റാറ്റനും പൊട്ടി. അപ്പം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഷില്ലർ സാറിൻ്റെ കൂടെ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നല്ലേ? അതെ, ഷില്ലർ സാറിൻ്റെ കൂടെ ഉള്ള സമയത്ത് ഞാൻ ഷില്ലർ സാറിനെ വിളിച്ചു. ഷില്ലർ സാറിന് മുമ്പ് പരിചയം ഉണ്ടായിരുന്നു കോഴിക്കോട് സായിൽ ഹോസ്പിറ്റലിൽ നിന്ന സമയത്ത്. സാറിനെ വിളിച്ച് സാറ് ചോദിച്ചു, ഇല്ല നിനക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല, നീ വേഗം ചെറിയ ഇഞ്ചുറി ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം മുത്തൂറ്റ് ഒരു ഹോസ്പിറ്റലിലാണ് പത്തനംതിട്ട കാണിച്ചത്. അപ്പോൾ സാറ് പറഞ്ഞു, മുത്തൂറ്റ് ഹോസ്പിറ്റൽ ഡോക്ടറെ സംസാരിച്ചപ്പോൾ ഡോക്ടർ മനസ്സിലായ കാര്യങ്ങൾ ഇച്ചിരി കോംപ്ലിക്കേഷൻ എന്ന് മനസ്സിലായി. അതനുസരിച്ച് ഡോക്ടർ പറഞ്ഞു, നീ നേരെ കോഴിക്കോട്ട് പോരാൻ പറഞ്ഞു. ഡോക്ടർ ആ സമയത്ത് വിദേശത്തേക്ക് ബോംബെ ടിക്കറ്റൊക്കെ എടുത്ത് വയ്ക്കുമായിരുന്നു. ആ ടിക്കറ്റ് അതൊക്കെ ക്യാൻസൽ ചെയ്തിട്ടാണ് ഡോക്ടറിനെ ബേബിയിലേക്ക് വിളിച്ചത്. ഞാൻ ആംബുലൻസിൽ ബേബി മെമ്മോറിയൽ വന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ഇത് കാര്യങ്ങളൊക്കെ ചെയ്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ ചെയ്ത് അനസ്തേഷ്യയൊക്കെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്നതിന് ആദ്യമായിട്ടൊക്കെ. അപ്പം അനസ്തേഷ്യയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുത്ത് സംസാരിച്ച് ഡോക്ടർ വന്ന് നമ്മൾ കയ്യെ തട്ടിയിട്ട് സംസാരിക്കും, സാറ് എല്ലാം നല്ല രീതിയിൽ ചെയ്തു കേട്ടോ, എല്ലാം ഇത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഗ്രൗണ്ടിൽ ഫീൽഡിലേക്ക് വരാൻ പറ്റുമെന്ന് പറഞ്ഞ് ഡോക്ടർ അന്നേരം തന്നെ സംസാരിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ പിറ്റേ ദിവസം ഇവർ ഇൻ്റർവ്യൂ വരുമല്ലോ, ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മൾ ഡോക്ടറുമായിട്ട് സംസാരിച്ച ഡോക്ടർ ആദ്യം പറഞ്ഞു, നല്ല സർജറി ചെയ്യാൻ പറ്റി, ഇനി ഫീൽഡിലേക്ക് അധികം താമസിക്കുക 6 മാസത്തിനുള്ളിൽ 7 മാസത്തിനുള്ളിൽ നമുക്ക് ഫീൽഡിലേക്ക് വരാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്ന് വെച്ചാൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഇഞ്ചുറി വന്നു, റിഹാവ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ 7 മാസത്തിനുള്ളിൽ ഗ്രൗണ്ടിലേക്ക് വരാൻ പറ്റുമെന്നൊരു പ്രതീക്ഷിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഓപ്പോസിഷനും കൂടെ ആയിരുന്നു, കളിയുടെ ഒരു അവസാന ഘട്ടങ്ങളിലായിരുന്നു, ഒരു സീസണിൻ്റെ അവസാന ഘട്ടമായിരുന്നു. അപ്പോൾ അടുത്ത സീസണിലേക്ക് കളിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതനുസരിച്ച് ഞാൻ എന്ത് ചെയ്തു, സജീഷിൻ്റെ അടുത്തൊന്ന് റിക്കവർ ചെയ്തു. കാല് നല്ല എന്താ പറയുക ഒരു സ്ട്രെങ്ത് ആക്കിയതിന് ശേഷം വീണ്ടും കളിക്കളത്തിലേക്ക് ഒരു 8-9 മാസം ഞാൻ തിരിച്ചു വരാൻ പറ്റി. സാധാരണഗതിയിൽ അപ്പോൾ എനിക്ക് വരാൻ പറ്റാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ഡോക്ടർ ഒരു ഓപ്പറേഷനൊക്കെ ചെയ്തതിന് ശേഷം നമുക്കൊരു മോട്ടിവേഷൻ തരും. അപ്പം ഡോക്ടറിന് പറഞ്ഞാൽ എന്താ, ഒരു 6 മാസം കൊണ്ട് നമുക്ക് കളിക്കാൻ പറ്റും, ഒരു 6 മാസം നീ ഫീൽഡിലേക്ക് വരുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു എനർജി കിട്ടും. ആ എനർജി വെച്ചിട്ടാണ് ഞാൻ 6 മാസം കൊണ്ട് റിഹാബ് ചെയ്ത് വീണ്ടും കളിക്കളത്തിലേക്ക് വരാൻ പറ്റിയത്. അതായത് ഒരു ഡോക്ടർക്ക് ഒരു കായിക താരത്തിനുള്ള സ്പോർട്സ്മാന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാനത് കാണുന്നത്.